ഹലോ, അമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. 2 ലെയറായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ 1.5 കപ്പ് പാല് ഒരു സോസ് പാനിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇതിനെ ഈ പാലിലേക്ക് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ സമയത്ത് ഞാനിപ്പോൾ നമ്മുടെ ഈ സോസ് പാന് തീയിൽ വെച്ചിട്ടില്ല കേട്ടോ, പുറത്ത് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കോൺഫ്ലോർ കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഓറഞ്ച് ജ്യൂസ് ചേർക്കുകയാണ് കേട്ടോ. ഇത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ, വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് കുറച്ച് ചുരണ്ടി എടുത്തിട്ട് അതും കൂടെ ചേർക്കുക കേട്ടോ. ഇതിങ്ങനെ ചുരണ്ടി എടുക്കുന്ന സമയത്ത് ഓറഞ്ചിൻ്റെ തൊലിയുടെ അകത്തുള്ള വെള്ള ഭാഗമല്ലേ, അത് പെടാണ്ട് ശ്രദ്ധിക്കണം. അത് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്പ്പ് രസമായിരിക്കും ഫീൽ ചെയ്യുക കേട്ടോ. അതിൻ്റെ മുകളിലുള്ള ഓറഞ്ച് കളറിലുള്ള ഭാഗം മാത്രം മതി. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇപ്പം ഞാനിത് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കോൺഫ്ലോർ നല്ല പോലെ തിക്കായിട്ട് വരും. ആ ഒരു സമയമാവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ഏകദേശം 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് ഇത് നല്ല പോലെ തിക്കായിട്ട് വരും കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇത് നല്ല പോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏതിലാണോ പുഡിങ് സെറ്റ് ചെയ്യണത് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇതുപോലൊരു റൗണ്ടിലുള്ള ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മുടെ ട്രെയിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ചൂട് പോണവരെ പുറത്ത് വെക്കുക. എന്നിട്ടൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കുക. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ 1.5 കപ്പ് ഫ്രഷ് ജ്യൂസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്, വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്കും ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്യാം. ഇതിനായിട്ട് നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ മുഴുവനായിട്ടും ഓറഞ്ച് ജ്യൂസ് അടിച്ചു വെക്കരുത് കേട്ടോ. അപ്പോൾ കൂടുതൽ സമയം ഓറഞ്ച് ജ്യൂസ് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ കയ്പ്പ് രസമായിട്ട് മാറും. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങണത് ആ ഒരു സമയത്ത് ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെയും നമുക്ക് ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതും ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് നല്ല പോലെ തിക്കായിട്ട് ഒരു ജെല്ലി പരുവമായിട്ട് വരും. കണ്ടോ, ഈ ഒരു പരുവമായിട്ട് വരും. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ചൂടോട് കൂടെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ ലെയർ ഇല്ലേ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ചൂട് പോകണവരെ പുറത്ത് വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1/2 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കുകയും ചെയ്യാം. ഇപ്പം ഞാനിത് ചൂടൊക്കെ പോയി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പുഡിങ്ങാണ്. കണ്ടോ, നമ്മുടെ പുഡിങ് നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോൾഡിൽ നിന്നും എടുത്ത് മാറ്റാം, അതല്ലെങ്കിൽ മോൾഡിൽ വെച്ചിട്ട് തന്നെ കോരിയെടുത്ത് കഴിക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മോൾഡിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊരു ഡിഷിലേക്ക് അങ്ങ് കമിഴ്ത്തി വെച്ചാൽ മതി. അത് വളരെ എളുപ്പത്തിൽ പുഡിങ് വിട്ട് പാത്രത്തിലേക്ക് വന്നോളും. കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിങ് കിട്ടിയിട്ടുണ്ട്. 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ ഒരു പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനും പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ പുതിയ അപ്ഡേഷനുകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം.